നമസ്കാരം. പ്രധാന വാർത്തകൾ. PV അൻവറിനെ പരിഹസിച്ച് AK ബാലൻ. അൻവർ ചേക്കേറിയത് ഉത്തരേന്ത്യയിൽ എവിടെയോ കിടക്കുന്ന പുല്ല് പാർട്ടിയിലേക്ക്. രാജി നിലമ്പൂരിലെ ജനങ്ങളോടുള്ള വെല്ലുവിളി. അൻവറിന്റേത് രാഷ്ട്രീയ ആത്മഹത്യയെന്നും AK ബാലൻ. UDF തയ്യാറാക്കിയ തിരക്കഥയിലൂടെയാണ് അൻവർ നീങ്ങുന്നതെന്ന് A വിജയരാഘവൻ. പീച്ചി ഡാം റിസർവോയറിൽ വീണ 4 വിദ്യാർത്ഥികളിൽ രണ്ടാമത്തെ പെൺകുട്ടിയും മരിച്ചു. തിങ്കളാഴ്ച ഉച്ചയോടെ മരണത്തിന് കീഴടങ്ങിയത് പട്ടിക്കാട് സ്വദേശിനി 16 വയസ്സുള്ള ആൻ ഗ്രേസ്. അപകടത്തിൽപ്പെട്ട മറ്റ് 2 പേരുടെയും നില ഗുരുതരമായി തുടരുന്നു. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന മലയാളിക്ക് ദാരുണാന്ത്യം. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് തൃശൂർ കുട്ടനെല്ലൂർ സ്വദേശി ബിനിൽ ബാബു. ചുനങ്ങാട് വാണിവിലാസിനിയിൽ നിർമ്മാണ തൊഴിലാളികൾക്ക് നേരെ പെട്രോൾ ബോംബേറ്. പ്രദേശത്ത് വീട് നിർമ്മാണത്തിനെത്തിയ തൊഴിലാളികൾക്ക് നേരെ യുവാവ് പെട്രോൾ ബോംബ് എറിഞ്ഞത് കഴിഞ്ഞ രാത്രി. പ്രതി നീരജിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി ഒറ്റപ്പാലം പോലീസ്. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഗ്രേഡ് തിരിമറി വിവാദത്തിൽ പ്രതിഷേധ സമരവുമായി CPM. വെളിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടപ്പലം PTYM ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ. കലോത്സവത്തിൽ ഗ്രേഡ് തിരിമറി നടത്തിയവരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ആവശ്യം. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമുള്ള സമ്പന്നവും സർഗാത്മകവുമായ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന ഇടങ്ങളായി ചലച്ചിത്രോത്സവ വേദികൾ മാറിയിട്ടുണ്ടെന്ന് മന്ത്രി MB രാജേഷ്. കക്ഷി രാഷ്ട്രീയം മാത്രമാണ് രാഷ്ട്രീയമെന്ന ജനങ്ങളുടെ ധാരണ മാറണമെന്നും മന്ത്രി. 8ാമത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് ഒറ്റപ്പാലത്ത് സമാപനം. ചിറ്റൂർ പാഞ്ചജന്യം ചലച്ചിത്രമേള ജനുവരി 17 തുടങ്ങും. അനിശ്ചിതത്വം നീങ്ങുന്നു. പട്ടാമ്പി ഡയാലിസിസ് സെന്ററിൽ മെഷീനുകൾ എത്തി. സൗജന്യ ഡയാലിസിസ് കേന്ദ്രം എത്രയും വേഗം പ്രവർത്തന സജ്ജമാക്കാനാണ് ശ്രമമെന്ന് മുഹമ്മദ് മുഹസിൻ MLA ഫണ്ടിൽ നിന്ന് 1.25 കോടി രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം അനിശ്ചിതമായി വൈകിയത് സാങ്കേതിക കാരണങ്ങളാൽ യന്ത്രസാമഗ്രികൾ എത്താതിരുന്നത് മൂലം. ആർദ്രയായി പൂത്തിരുവാതിര. നാടെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. പട്ടാമ്പി കൈത്തളി തിരുവാതിര മഹോത്സവം ഭക്തിസാന്ദ്രം. തിരുവാതിര രാവിൽ ഗ്രാമങ്ങളെ ഉണർത്തി ചോഴികളുടെ ആർപ്പുവിളികൾ. പട്ടാമ്പി സെന്റ് പോൾസ് ദേവാലയത്തിൽ തിരുനാൾ ആഘോഷത്തിന് തുടക്കം. വാർത്തകൾ വിശദമായി. അൻവറിന്റേത് രാഷ്ട്രീയ ആത്മഹത്യയെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. നിലമ്പൂരിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് അൻവറിന്റെ രാജി. പുല്ല് പാർട്ടിയിലേക്കാണ് ഇപ്പോൾ ചേക്കേറിയിരിക്കുന്നതെന്നും PV അൻവറിനെ പരിഹസിച്ച് AK ബാലൻ പറഞ്ഞു. ഉത്തരേന്ത്യയിൽ എവിടെയോ കിടക്കുന്നൊരു പാർട്ടിയിലേക്കാണ് അൻവർ ചേക്കേറുന്നത്. പുല്ല് പാർട്ടിയിലേക്കാണ് അൻവർ പോയത്. അൻവർ എന്തിനാണ് LDF വിട്ടത്? അൻവറിന്റെ പരാതിയിൽ 3 കമ്മീഷനെ സർക്കാർ നിയമിച്ചിരുന്നു. ഇപ്പോഴത്തെ മാറ്റം അൻവറിന് ഗുണകരമാകില്ല. LDFന് ഇതൊന്നും പ്രതിസന്ധി ഉണ്ടാക്കില്ലെന്നും AK ബാലൻ പാലക്കാട്ട് പറഞ്ഞു. ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയായി. നിലമ്പൂരുള്ള ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ്. കോൺഗ്രസിനും വേണ്ട, BJPക്കും വേണ്ട, ലീഗിനും വേണ്ട. അങ്ങ് ഉത്തരേന്ത്യയിൽ എവിടെയോ കിടക്കുന്ന ഒരു പാർട്ടി. എന്തായാലും പാർട്ടിൻ്റെ പേര് DMKക്കും വേണ്ട. അവസാനം തൃണത്തിൻ്റെ വിലയേ ഉണ്ടാവും. പറഞ്ഞ മനസ്സിലായി. പറ്റിയ പാർട്ടിയിലാണ് പോയി ചേർത്ത്. എന്താണ് ഇദ്ദേഹത്തിന് പറ്റിയതെന്നുള്ളതറിയില്ല. അദ്ദേഹത്തിന് എന്താണ് പറ്റിയത് എന്നുള്ളതറിയില്ല. എന്തിനാണ് ഈ രാഷ്ട്രീയമായ ആത്മഹത്യയിലേക്ക് പോകുന്നത്? എന്ത് കാര്യം അതുകൊണ്ട്? അതാണല്ലോ ഞാനിപ്പം പറഞ്ഞത്. തൃണമൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൃണം എന്ന് പറഞ്ഞാൽ പുല്ല് എന്നാണ്. ഒരു പുല്ല് പാർട്ടിയിലേക്കാണ് പോയി ചേർന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. UDF തയ്യാറാക്കിയ തിരക്കഥയിലൂടെയാണ് PV അൻവർ നീങ്ങുന്നതെന്ന് A വിജയരാഘവൻ. വാർത്തകളിൽ ശ്രദ്ധ നേടാൻ മുഖ്യമന്ത്രിയെയും CPMനെയും കടന്നാക്രമിച്ച അൻവറിന് നിലമ്പൂരിലേക്ക് ഇനി മത്സരത്തിന് പോകാനുള്ള ആത്മവിശ്വാസമുണ്ടാകില്ലെന്നും A വിജയരാഘവൻ തൃശൂരിൽ പറഞ്ഞു. അൻവറിന്റെ പ്രതികരണങ്ങൾ UDFുമായുള്ള വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്നും A വിജയരാഘവൻ പറഞ്ഞു. അതിൻ്റെ സംസാര രീതികളും പറഞ്ഞ കാര്യങ്ങളും നോക്കിയാൽ കാണാൻ കഴിയും. സമൂഹത്തെ കൂടുതൽ വർഗീയവൽക്കരിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ആ കാര്യങ്ങളെ ആകെ നോക്കിയാൽ, സംസ്ഥാനങ്ങളെ ആകെ നോക്കിയാൽ നമുക്ക് കാര്യങ്ങളെ നീക്കുന്നതെന്ന് കാണാൻ കഴിയും. കേരളത്തെ വർഗീയമായി ചേരിതിരിക്കുക എന്നതും ആ വർഗീയ ചേരിയെ ആകെ UDFന്റെ പിന്നിൽ അണിനിരത്തുക എന്നതും
ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ രാഷ്ട്രീയമായി തോൽപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് കേരളത്തിലെ വലതുപക്ഷം ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ രീതിയാണ് എല്ലാ വിഷയങ്ങളെയും വർഗീയവൽക്കരിക്കുകയും സാമുദായികവൽക്കരിക്കുകയും ചെയ്യുന്നു. വന്യജീവി മനുഷ്യ സംഘർഷം രാഷ്ട്രീയമെന്നതിനപ്പുറത്തേക്ക് വർഗീയ വിഷയമാക്കി മാറ്റാനാണ് അൻവർ ശ്രമിക്കുന്നത്. അമേരിക്കയിൽ കുറച്ചു ദിവസമായി തീ ആളിക്കത്തുന്നുണ്ട്. കേരളത്തിലെങ്ങാനും ആയിരുന്നെങ്കിൽ പിണറായി വിജയൻ കത്തിച്ചുവെന്ന് പറഞ്ഞേനെയെന്നും എ വിജയരാഘവൻ ആക്ഷേപിച്ചു. UDF രാഷ്ട്രീയ വിജയത്തിനുള്ള എളുപ്പവഴികൾ അന്വേഷിക്കുകയാണ്. നിലമ്പൂരിൽ ഇലക്ഷൻ കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് മനസ്സിലാകും. അൻവറിൻ്റെ മികവ് കൊണ്ട് മാത്രമല്ല നിലമ്പൂരിൽ ഇടതുപക്ഷം ജയിച്ചത്. രാഷ്ട്രീയ കാലാവസ്ഥ ശരിയായ രീതിയിൽ ജനങ്ങളെ അറിയിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആത്യന്തിക വിധികർത്താക്കൾ ജനങ്ങളാകും. അൻവറിന് സ്ഥാനാർത്ഥിയായി അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് താൻ മത്സരത്തിനില്ല എന്ന് പറഞ്ഞത്. നിലമ്പൂരിലേക്ക് മത്സരത്തിന് പോകാനുള്ള ആത്മവിശ്വാസം PV അൻവറിനില്ലെന്നും എ വിജയരാഘവൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പീച്ചി ഡാം റിസർവോയറിൽ വീണ 4 വിദ്യാർത്ഥികളിൽ രണ്ടാമത്തെ കുട്ടിയും മരിച്ചു. പട്ടിക്കാട് സ്വദേശി 16 വയസ്സുള്ള ആൻ ഗ്രേസ് ആണ് മരിച്ചത്. ഉച്ചയ്ക്ക് 1:30യോടെയാണ് ആശുപത്രി അധികൃതർ മരണം സ്ഥിരീകരിച്ചത്. ഇന്ന് പുലർച്ചെ പട്ടിക്കാട് സ്വദേശിനി 16 വയസ്സുള്ള അലീനയും ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചിരുന്നു. മറ്റു 2 പേരുടെയും നില ഗുരുതരമായി തുടരുകയാണ്. കോട്ടായിയിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കർഷകൻ മരിച്ചു. കോട്ടായി കീഴത്തൂർ കരിയാടുപറമ്പ് വീട്ടിൽ 75 വയസ്സുള്ള അഹമ്മദ് കുട്ടിയാണ് തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. 10 ദിവസം മുമ്പ് അയ്യങ്കുളത്തിനും പള്ളിമുക്കിനും മധ്യേ പ്രധാന പാതയിൽ വെച്ചാണ് കർഷകനായ അഹമ്മദ് കുട്ടിയെ ബൈക്കിടിച്ചത്. ഉടൻ തന്നെ പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ശനിയാഴ്ച തൃശൂരിലേക്ക് കൊണ്ടുപോയി. എന്നാൽ തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഞായറാഴ്ച രാത്രി 9 മണിക്ക് മൃതദേഹം വീട്ടിലെത്തിച്ചു. പിന്നീട് ഖബറടക്കം നടന്നു. സൈനബയാണ് ഭാര്യ. മക്കൾ മുഹമ്മദ് അഷറഫ്, കാജ ഹുസൈൻ, നസീമ, സീനത്ത്, ഹസീന. മരുമക്കൾ റംലത്ത്, ഷമീന, റംസീന, ഹനീഫ, അബ്ബാസ്, ജലീൽ. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവ ഗ്രേഡ് തിരിമറി നടത്തിയവർക്കെതിരെ പ്രതിഷേധവുമായി CPIM. എടപ്പലം PTYM ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ CPM വെളിയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് CPM നേതാക്കൾ ആവശ്യപ്പെട്ടു. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഗ്രേഡ് തിരിമറി നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക. എടപ്പലം PTYM ഹയർ സെക്കൻഡറി സ്കൂളിന് ട്രോഫി നേടാൻ ഗ്രേഡിൽ തിരിമറി നടത്തി നാടിനെയും വിദ്യാർത്ഥികളെയും അപമാനിച്ച UDF അധ്യാപക സംഘടനയെയും ഗൂഢാലോചനക്കാരെയും തിരിച്ചറിയുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് CPM വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റി എടപ്പലം PTM ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പ്രകടനമായി എത്തിയാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി T. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആ കലോത്സവത്തിൽ പങ്കെടുത്ത് അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഇടപെട്ട ഈ വിളയൂരിലെ മുഴുവൻ ആളുകളെയും അപമാനത്തിലാക്കുകയാണ് ഇവിടെ ചെയ്തത്. അതുപോലെ തന്നെ ഈ ജില്ലയിൽ തന്നെ, പാലക്കാട് ജില്ലയിൽ തന്നെ ഭേദപ്പെട്ട ഏറ്റവും മികച്ച സ്കൂളുകളിൽ ഒരു സ്കൂളാണ് എടപ്പലം സ്കൂള്. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ എല്ലാ സഹായങ്ങളും ആ സ്കൂളിൽ ചെയ്യാറുണ്ട്. ആ സ്കൂളിന് ഈ വിദ്യാഭ്യാസ ലോകത്ത് ഏറ്റവും വലിയ നാണക്കേടാണ് ഇവരുണ്ടാക്കി കൊടുത്തത്. ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു അട്ടിമറി ഈ സമീപകാല ചരിത്രത്തിൽ എവിടെയും കേട്ടിട്ടില്ല. നമ്മുടെയൊക്കെ ചരിത്രത്തിൽ ആദ്യമാണ് ഇത്തരം ഒരു ഏർപ്പാട്. ഈ അട്ടിമറി നടത്തിയത് ആരാണ് എന്ന് പകൽ പോലെ വ്യക്തമാണ്. ഇതിലെ കമ്മിറ്റിക്കോ ഈ സ്കൂളിലെ അധ്യാപകർക്കോ ഒരു ബന്ധവുമില്ല. ഇവിടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവാണ്, പഞ്ചായത്ത് മെമ്പറാണ്. ഈ ചങ്ങായിക്കൊക്കെ ഇപ്പൊ ചെറിയൊരു അവസരം കിട്ടുമ്പോൾ ഇമാതിരി അട്ടിമറി നടത്താൻ കഴിയുമെങ്കിൽ നല്ല അവസരം കിട്ടിയ എമ്മാതിരി വെട്ടിപ്പാണ് നടത്തുക എന്ന് കെ. മുരളി, KV ഗംഗാധരൻ, ബേബി ഗിരിജ, മണികണ്ഠൻ, രാജി മണികണ്ഠൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വാളയാർ കേസിൽ CBI നൽകിയ അനുബന്ധ കുറ്റപത്രത്തെ വാഴ്ത്തുന്ന CPM നിലപാട് അപഹാസ്യമെന്ന് CR നീലകണ്ഠൻ. വാളയാറിൽ കൊല്ലപ്പെട്ട മൂത്ത പെൺകുട്ടിയുടെ ഓർമ്മ ദിവസം ആചരിക്കുന്ന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു CR നീലകണ്ഠൻ. ശാസ്ത്രീയ സാഹചര്യ തെളിവുകളുണ്ടായിട്ടും കൊലപാതക സാധ്യത അന്വേഷിക്കാൻ ശ്രമിക്കാതെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് CBI ശ്രമിക്കുന്നതെന്നും CR നീലകണ്ഠൻ ആരോപിച്ചു. പ്രതിഷേധം പ്ലാൻ ചെയ്ത് എറണാകുളത്ത് ഇങ്ങോട്ട് മാറ്റിയത് പ്രത്യേക സാഹചര്യം വെച്ചിട്ടാണ്. കാരണം ഈ അന്ന് കുറ്റപത്രത്തിന്റെ വിവരങ്ങൾ നമുക്ക് മാധ്യമങ്ങളിലൂടെ ഇപ്പോഴും ഞങ്ങളതിൽ കുറ്റപത്രം കിട്ടിയിട്ടില്ല.
മാറ്റോത്തരത്തിൽ വരാറുണ്ട്. തീർച്ചയായും ഇതിൽ നിയമത്തിൻ്റെ വേറൊരു മുഖം കൂടി പോരാട്ടം തുടരുന്നുണ്ട്. കാരണം തുടങ്ങേണ്ടി വരും. അച്ഛനും അമ്മയും പ്രതി ചേർത്ത് കൊലപാതകം എന്ന വിഷയത്തിൽ നിന്ന് കേസ് വഴിതിരിച്ചു വിടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേസ് CBI വന്നത് ആദ്യം പോലീസ് ഇത് വെച്ചുകൊണ്ടാണ്. എന്തുകൊണ്ട് ഈ കേസിൽ പോലീസ് അന്വേഷിക്കുന്നില്ല, കൊലപാതകം അന്വേഷിക്കുന്നില്ല? കൊലപാതകം അന്വേഷിച്ച് വിവരം കിട്ടാതെ നമുക്ക് ഈ കേസിൽ CBI വന്നതിൽ ഒരു കാര്യമില്ല. അപ്പോൾ ആരാണ് കൊലപാതകി, എന്താണ് കൊലപാതകത്തിന് കാരണം, ഈ കാര്യങ്ങൾ അന്വേഷിക്കാനാണ് വന്നത്. അല്ലാണ്ട് അമ്മയുടെ സദാചാരം അന്വേഷിക്കൽ CBIയുടെ പണിയല്ല. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പം അമ്മയെ പ്രതിയാക്കിയോടുകൂടി അവർ ഡിഫെൻസീവിലാവും എന്ന തെറ്റിദ്ധാരണയാണ് ഉള്ളതെങ്കിൽ ഒരു സംശയവും വേണ്ട, സമരസമിതി കൂടുതൽ ശക്തമായിട്ട് വരികയാണ്. കാരണം അപ്പോൾ അമ്മയും കൂടി ഡിഫെൻഡ് ചെയ്യേണ്ടി വരും. ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അമ്മയെ അച്ഛനെ ഡിഫെൻഡ് ചെയ്യേണ്ടി വരും. അതിന് നിയമപോരാട്ടം തുടരും. ഈ കുറ്റപത്രം നിലനിൽക്കില്ല. മുൻപിലത്തെ കുറ്റപത്രത്തിനേക്കാൾ മോശമായ അഭിപ്രായത്തിൽ കുറ്റപത്രം പോകും. ഏതുതരം ഭീഷണിയെയും എതിർത്ത് ജനകീയവും നിയമപരവുമായ പോരാട്ടങ്ങൾ തുടരാൻ യോഗം തീരുമാനിച്ചു. വിളയോടി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. VM മാഴ്സൺ, K മായാണ്ടി, മാരിയപ്പൻ നീളിപ്പാറ, TP കനകദാസ്, വിൻസെൻ്റ് കോഴിപ്പാറ, ഫാദർ അഗസ്റ്റിൻ വട്ടോളി, ഗോപാലൻ മലമ്പുഴ, ചാമുണ്ണി, വിജയൻ അമ്പലക്കാട്, ശ്രീനാഥ് കടമ്പഴിപ്പുറം, കാർത്തികേയൻ മംഗലം, S രമണൻ, കൃഷ്ണൻകുട്ടി കുനിശ്ശേരി, രാധാകൃഷ്ണൻ വിത്തനശ്ശേരി, ബാലചന്ദ്രൻ പുതുവയൽ, സലീൽ ലാൽ അഹമ്മദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം ചുനങ്ങാട് വാണിവിലാസിനിയിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് നേരെ യുവാവിന്റെ പെട്രോൾ ബോംബേറ്. വാണിവിലാസിനിയിൽ വീട് നിർമ്മാണത്തിനെത്തിയ തൊഴിലാളികൾക്ക് നേരെയാണ് അയൽവാസിയായ യുവാവിന്റെ അതിക്രമം. പ്രതി നീരജിനെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായി ഒറ്റപ്പാലം പോലീസ് അറിയിച്ചു. പുലർച്ചെ 2:30യോടെയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികളായ കോഴിക്കോട് സ്വദേശി പ്രിയേഷ്, വിഷ്ണു എന്നിവർക്ക് നേരെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന നീരജ് പെട്രോൾ ബോംബെറിഞ്ഞത്. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിൽ ഇവർ ഉൾപ്പെടെ 6 പേർ കിടന്നുറങ്ങുകയായിരുന്നു. വലിയ ശബ്ദം കേട്ട് ഓടിക്കൂടിയ വീട്ടുകാരും നാട്ടുകാരും ചേർന്നാണ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചത്. രാവിലെ കിടന്നുറങ്ങായിരുന്നു. വന്നപ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടിരിക്കാൻ ഫുള്ള് തീയ ചാടിക്കിടന്നതാണ് പുറത്തേക്ക്. പിന്നെ ഞങ്ങളെ കൂട്ടത്തിലുള്ള 2-3 പേർക്ക് കൊല കയറ്റി ഫുള്ള് തീയായിരുന്നു. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ്. പ്രതി നീരജിനായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ആക്രമണത്തിലേക്ക് നയിച്ച സാഹചര്യം വ്യക്തമല്ല. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന മലയാളിക്ക് ദാരുണാന്ത്യം. തൃശൂർ കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ ബാബുവാണ് റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന തൃശൂർ കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ ബാബു മരണപ്പെട്ടതായി ഇന്ത്യൻ എംബസി ബന്ധുക്കളെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. ബിനിലിനൊപ്പം റഷ്യയിൽ ജോലിക്ക് പോയ ജെയിൻ കുര്യനും യുദ്ധത്തിൽ പരിക്കേറ്റു. ജെയിൻ മോസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. നേരത്തെ തൃശൂർ സ്വദേശി സന്ദീപ് ചന്ദ്രനും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമുള്ള സമ്പന്നവും സർഗാത്മകവുമായ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന ഇടങ്ങളായി ചലച്ചിത്രോത്സവ വേദികൾ മാറിയിട്ടുണ്ടെന്ന് മന്ത്രി MB രാജേഷ്. ഒറ്റപ്പാലത്ത് 8ാമത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കക്ഷി രാഷ്ട്രീയം മാത്രമാണ് രാഷ്ട്രീയമെന്ന തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിലുണ്ട്. ആ ധാരണയിൽ മാറ്റം വരണം. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തും ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്ന വേദികൾ ഇപ്പോൾ ചലച്ചിത്രോത്സവ വേദികളാണെന്നും മന്ത്രി പറഞ്ഞു. ഇതിൽ യുവാക്കളുടെ പങ്കാളിത്തം വലുതാണ്. അതിൽ അധികവും യുവതികളാണെന്ന പ്രത്യേകതയും എടുത്തു പറയേണ്ടതാണ്. ഇത് രാഷ്ട്രീയത്തിന്റെ വിജയമാണെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഇത്തരത്തിലുള്ള ചലച്ചിത്രോത്സവങ്ങൾ വ്യാപകമായിട്ട് വളർന്നു വരുന്നു എന്നത് വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിലൂടെ യഥാർത്ഥത്തിൽ വളർന്നു വരുന്നത് ഒരു നവരാഷ്ട്രീയം തന്നെയാണ്. മതനിരപേക്ഷമായ, പുരോഗമനോന്മുഖമായ, ജനാധിപത്യപരമായ, വിമോചനപരമായ ഉള്ളടക്കമുള്ള നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു നവരാഷ്ട്രീയം ഈ ചലച്ചിത്രമേളകളിലൂടെ മുന്നോട്ട് വയ്ക്കപ്പെടുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും സജീവമായ സംവാദവേദികളായി ഇന്ന് ചലച്ചിത്രോത്സവങ്ങളും അതുപോലെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയധികം ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ നടക്കുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിലുണ്ടാവില്ല. ലോകത്ത് തന്നെ ഇത്രയും ചുരുങ്ങിയ പ്രദേശത്തുണ്ടാവുമോ എന്നുള്ളത് സംശയമാണ്.
വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, മറ്റെവിടെയും കാണാത്തത്. ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകരും ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളുടെയും ചലച്ചിത്രമേളകളുടെയും ഒക്കെ ഭാഗമായിട്ട് മാറുന്ന ഇന്ത്യയിലെ ഏക പ്രദേശവും കേരളമായിരിക്കും. പി മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. ശ്രീലങ്കൻ ചലച്ചിത്ര സംവിധായകൻ പ്രസന്ന വിത്തനകെ, ചലച്ചിത്ര സംവിധായകരായ ആഷിഖ് അബു, ക്രിസ്റ്റോ ടോമി, ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി, എസ് അജയകുമാർ, എം ഹംസ, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, FFSI റീജിയണൽ സെക്രട്ടറി MD രജി, ജില്ലാ പഞ്ചായത്ത് അംഗം C അബ്ദുൽ ഖാദർ, ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ജനറൽ കൺവീനർ അഖില ഹരികൃഷ്ണൻ, ആർട്ടിസ്റ്റിക് ഡയറക്ടർ KC ജിതിൻ എന്നിവർ സംസാരിച്ചു. സമീർ, ബിൻസി, ഇമാം, മജ്ബൂർ എന്നിവരുടെ നേതൃത്വത്തിൽ സൂഫി സംഗീത പരിപാടിയും നടന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സമൂഹത്തിലെ തെറ്റുകളും അന്യായങ്ങളും ചൂണ്ടിക്കാണിക്കാൻ മാധ്യമപ്രവർത്തകർക്ക് കഴിയണമെന്ന് K രാധാകൃഷ്ണൻ MP. ചേലക്കരയിൽ കേരള ജേർണലിസ്റ്റ് യൂണിയൻ തൃശൂർ ജില്ലാ ഭാരവാഹികൾക്ക് ഒരുക്കിയ സ്വീകരണ പരിപാടി ആദരം 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. നമ്മുടെ പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളാണ് നമ്മുടെ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഇതാണ് ഭരണഘടനാ പ്രകാരം സ്ഥാപനം. എന്നാൽ ഭരണഘടനാ സ്ഥാപനം അല്ലെങ്കിൽ പോലും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഫോർത്ത് പില്ലറായിട്ട് കാണുന്നത് മാധ്യമങ്ങൾ. ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാപനം അല്ലെങ്കിൽ പോലും ഈ 3 സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനം. എന്നാൽ പത്രപ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണെങ്കിൽ പോലും അതിന് തുല്യമായുള്ള സ്ഥാനമാണ് നമ്മുടെ സമൂഹം പത്രപ്രവർത്തനത്തിന് കൊടുത്തിരിക്കുന്നത് എന്ന കാര്യം നാം വിസ്മരിക്കാൻ പാടില്ല. ചേലക്കര ഗ്രാമീണ വായനശാല ഹാളിലായിരുന്നു ആദരം 2025. KJU ചേലക്കര മേഖലാ പ്രസിഡന്റ് OS സിബി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് TG സുന്ദർലാൽ, സെക്രട്ടറി സ്റ്റാൻലി K സാമുവൽ, ട്രഷറർ NP ഉദയകുമാർ, വൈസ് പ്രസിഡന്റ് മണി ചെറുതുരുത്തി, എക്സിക്യൂട്ടീവ് അംഗം TB മൊയ്തീൻകുട്ടി എന്നിവരെ ചടങ്ങിൽ MP പൊന്നാടയണിയിച്ച് ആദരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം അജീഷ് കർക്കിടകത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ദേശീയ സമിതി അംഗവും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ജോസ് താടിക്കാരൻ, ചേലക്കര മേഖലാ സെക്രട്ടറി സജി ജോസഫ്, ട്രഷറർ V മണികണ്ഠൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അനിശ്ചിതത്വത്തിനൊടുവിൽ പട്ടാമ്പി ഡയാലിസിസ് സെന്ററിൽ മെഷീനുകൾ എത്തി. സെന്ററിൽ RO പ്ലാന്റും സജ്ജമാകുന്നുണ്ട്. അവസാനഘട്ട പ്രവൃത്തികൾ പൂർത്തിയാക്കി എത്രയും വേഗം ഡയാലിസിസ് സെന്റർ പ്രവർത്തനക്ഷമമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. മുഹമ്മദ് മോഹസിൻ MLAയുടെ ഫണ്ടിൽ നിന്ന് 1,23 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഡയാലിസിസ് സെന്ററിനുള്ള പ്രവൃത്തികൾ നടത്തിയത്. നിർമ്മാണം കഴിഞ്ഞ് വർഷങ്ങളായെങ്കിലും പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞില്ല. സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഡയാലിസിസിനുള്ള യന്ത്രങ്ങൾ എത്താത്തതായിരുന്നു കാരണം. ഇത് വലിയ പ്രതിഷേധങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇടവരുത്തിയിരുന്നു. അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ 8 ഡയാലിസിസ് മെഷീനുകൾ കേന്ദ്രത്തിൽ എത്തിയത്. പുതിയ മെഷീനുകൾക്ക് അനുസൃതമായുള്ള വൈദ്യുതീകരണം പൂർത്തിയാക്കുകയും സജ്ജമാക്കിയിട്ടുള്ള RO പ്ലാന്റ് പ്രവർത്തിക്കുകയും ചെയ്യുന്നതോടെ ഡയാലിസിസ് കേന്ദ്രം തുറന്നുകൊടുക്കുമെന്ന് മുഹമ്മദ് മോഹസിൻ MLA പറഞ്ഞു. ഇതോടൊപ്പം കേന്ദ്രത്തിലേക്ക് ആവശ്യമായ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കുന്നതിനുള്ള നടപടികൾ നടക്കുന്നതായും MLA അറിയിച്ചു. മാത്രമല്ല പുതിയ സ്പെസിഫിക്കേഷനിലേക്ക് മെഷീന് മാറി കുറച്ചും കൂടെ വില കൂടിയ മെഷീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കിട്ടാൻ വലിയ രീതിയിലുള്ള തടസ്സമാണ് നമുക്കുണ്ടായിരുന്നത്. ഇപ്പം മെഷീൻ വന്ന് ഒരാഴ്ചയായിട്ട് അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇലക്ട്രിഫിക്കേഷൻ ഏതാണ്ട് പൂർത്തീകരിച്ചാണ്. ഈ പുതിയ സ്പെസിഫിക്കേഷനുള്ള മെഷീനുകൾ വന്നപ്പോൾ അതിൻ്റെ വയറിങ്ങും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ മാറ്റങ്ങൾ ഉണ്ട്. ആ മാറ്റങ്ങൾ കൂടി ചെയ്തുകൊണ്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി മുഹമ്മദ് മോഹസിൻ MLAയും ജനപ്രതിനിധികളും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സെന്ററിൽ സന്ദർശനം നടത്തി. 2023 ഡിസംബറിൽ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ പ്രവൃത്തികൾ വൈകി. നിലവിൽ ചാലിശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലുമാണ് സമീപത്ത് സൗജന്യ ഡയാലിസിസ് ഉള്ളത്. പട്ടാമ്പിയിലെ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തന സജ്ജമാക്കുകയാണെങ്കിൽ
നിരവധി രോഗികൾക്ക് അത് വലിയ ആശ്വാസമാകും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പറളി ഓടന്നൂർ സ്വദേശിയായ വെൽഡിംഗ് തൊഴിലാളി പണിസ്ഥലത്ത് കുഴഞ്ഞു വീണ് മരിച്ചു. പറളി ഓടന്നൂർ ദേവസ്വം പറമ്പ് കുട്ടൻ ചിന്ന ദമ്പതികളുടെ മകൻ 36 വയസ്സുള്ള സുമേഷാണ് മരിച്ചത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ജോലിക്കിടെ പണിസ്ഥലത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല. ഭാര്യ ദിവ്യ, സഹോദരങ്ങൾ സുനിത, സുചിത്ര. കുന്നംകുളം കമ്പിപ്പാലത്ത് കാർ ഷോറൂം ഓഫീസിൽ തീപിടുത്തം. ഫർണിച്ചറുകളും കമ്പ്യൂട്ടറുകളും കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക നിഗമനം. കുന്നംകുളം കമ്പിപ്പാലത്ത് സെക്കൻഡ് ഹാൻഡ് കാർ വിൽപ്പന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. ഇൻഡസ് മോട്ടോഴ്സിന്റെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വിൽക്കുന്ന ട്രൂ വാലി ഷോപ്പിലായിരുന്നു തീപിടുത്തം. രാവിലെ 7:30യോടെയാണ് സംഭവം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. തീപിടുത്തത്തിൽ ഫർണിച്ചറുകളും കമ്പ്യൂട്ടറുകളും കത്തിനശിച്ചു. സ്ഥാപനത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടതോടെ പ്രദേശവാസികൾ കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് അഗ്നിരക്ഷാസേനാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാതയിൽ സ്ഥിതി ചെയ്യുന്ന വൈദ്യുതി കാലുകൾ ഗതാഗതത്തിന് ഭീഷണിയാകുന്നു. മങ്കര റെയിൽവേ സ്റ്റേഷന് സമീപം വെള്ളാംകുന്ന് മുണ്ടേക്കാവ് ക്ഷേത്ര റോഡിൽ പാതയുടെ നടുവിലാണ് വൈദ്യുതി പോസ്റ്റുകൾ. ഇരുചക്ര വാഹനങ്ങൾ ഒഴികെയുള്ള മറ്റ് വണ്ടികൾക്ക് ഈ റോഡിലൂടെ പോകാൻ വലിയ പ്രയാസമാണ്. രോഗികളെ കൊണ്ടുപോകാൻ ആംബുലൻസ് പോലും ഈ മേഖലയിൽ എത്തിപ്പെടാൻ പ്രയാസമാണെന്ന് പ്രദേശവാസിയായ ഹൈദർ ഹാജി പരാതിപ്പെട്ടു. 40ഓളം കുടുംബങ്ങൾക്ക് ആശ്രയമായ പാതയാണിത്. റോഡിന് നടുവിലെ വൈദ്യുതി കാലുകൾ നീക്കി ഗതാഗതം സുഗമമാക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടിയുണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മുണ്ടയ്ക്കാവ് അമ്പലം പോകുന്ന റോഡിലാണ്. ഈ റോഡിന് നടുക്കിൽ ഒരു 1, 2, 3, 4 പോസ്റ്റുകൾ നടുവിലാണ് നിൽക്കുന്നത്. അതൊന്ന് റീപ്ലേസ് ചെയ്യിക്കാൻ നന്നായിരിക്കും. ബുദ്ധിമുട്ടുണ്ട്. വാഹനങ്ങൾ വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാറുകൾ വരാനും ബുദ്ധിമുട്ട്. മോട്ടോർ സൈക്കിൾ മാത്രം മതി. പരാതി കൊടുത്തിട്ടില്ല. പക്ഷെ ഇതിൻ്റെ മുമ്പ് വന്നിട്ട് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി തന്നു. പക്ഷെ അത് എസ്റ്റിമേറ്റിൽ 15,000 രൂപ ഉണ്ടായിരുന്നു. ഇപ്പോൾ 4,600. അത് പിന്നെ ഒരാൾ കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ രണ്ടാമത് അലൈൻമെൻറ്റ് ചെയ്യുമ്പോൾ അത്ര കൂടുതൽ വരുമെന്നും പറഞ്ഞു. ഇപ്പോൾ പോയി ചോദിച്ചപ്പോഴേ ഈ ആവശ്യമുന്നയിച്ച് പ്രദേശവാസികൾ ഒപ്പ് ശേഖരിച്ച് പത്തിരിപ്പാല KSCB അധികൃതർക്കും പഞ്ചായത്തിനും കലക്ടർക്കും നിവേദനം നൽകാനൊരുങ്ങുകയാണ്. എത്രയും വേഗം റോഡിന് നടുവിലെ വൈദ്യുതി കാലുകൾ മാറ്റിസ്ഥാപിക്കാൻ നടപടിയുണ്ടാകണമെന്ന് പൊതുപ്രവർത്തകൻ ഷംസുദ്ദീൻ മാങ്കുറിശി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം ആഘോഷിച്ചു. കൈത്തളി നൃത്ത സംഗീതോത്സവവും ഇതോടനുബന്ധിച്ച് നടന്നു. നിരവധി ഭക്തർ ക്ഷേത്ര ദർശനത്തിന് എത്തിയിരുന്നു. കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി 100 കണക്കിന് ഭക്തരാണ് ദർശനത്തിനെത്തിയത്. നിർമ്മാല്യ ദർശനം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, 1001 കുടം ധാര, ഉപദേവന്മാർക്ക് വിശേഷ പൂജകൾ, ശ്രീഭൂതബലി തുടങ്ങിയ ചടങ്ങുകൾ രാവിലെ നടന്നു. ക്ഷേത്രസന്നിധിയിൽ KMP ഭദ്ര അവതരിപ്പിച്ച സോപാന സംഗീതത്തോടുകൂടി സംഗീതോത്സവത്തിന് തുടക്കമായി. വൈകിട്ട് 6:15 വരെ സംഗീതോത്സവം നീണ്ടുനിൽക്കും. അലങ്കാര ദർശനം, ദീപാരാധന, വിവിധ കലാപരിപാടികൾ എന്നിവയുമുണ്ടാകും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ആർത്തെത്തി ചോഴിക്കൂട്ടം. വള്ളുവനാട്ടിൽ തിരുവാതിര രാവിന്റെ അധിപന്മാരാണ് ചോഴികൾ. പതിറ്റാണ്ടുകളോളമായി ആതിരരാവിൽ ഷൊർണൂർ, കാരക്കാട് ദേശച്ചോഴി ഭവനങ്ങളിൽ എത്താറുണ്ട്. കാലനും മുത്തിയുമുള്ള ചോഴി സംഘത്തെ ഭക്ത്യാദരപൂർവ്വമാണ് ഓരോ കുടുംബങ്ങളും വരവേൽക്കുക. ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് കാരക്കാട് പാട്ടുകണ്ടത്തിലെ കൽവിളക്കിൽ ദീപം തെളിയിച്ചതോടെയാണ് ചോഴികെട്ടൽ ആരംഭിച്ചത്. ഉണങ്ങിയ വാഴയിലകൾ ദേഹത്തു വെച്ച് കെട്ടി ചോഴികൾ തയ്യാറായി. ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ ആദ്യം പാട്ടുകണ്ടത്തിലും തുടർന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും കളിച്ചതിന് ശേഷം ദേശത്തെ വീടുകളിലേക്ക് ചോഴികളെത്തി. ചോഴി കളിച്ചു കഴിഞ്ഞാൽ പുരാണങ്ങളിലെ പാട്ടുപാടും. തുടർന്ന് കാലൻ കയ്യിൽ കരുതിയ കയറുമായി വീടുകളിൽ 3 തവണ കൂവുന്നത് പതിവാണ്. പിന്നീടാണ് മുത്തശ്ശിയുടെ വരവ്. വീട്ടുകാരോട് തമാശകൾ പറയും. ഇതിനൊപ്പം പാട്ടുപാടി ചുവട് വയ്ക്കും. വീടുകളിൽ നിലവിളക്ക് കൊളുത്തിയാണ് ദേശച്ചോഴിയെ വരവേൽക്കുക. ഓരോ ഭവനങ്ങളിൽ നിന്നും പണം, നാളികേരം, ശർക്കര, പഴം, കോടിമുണ്ട് എന്നിവ നൽകും.
പണ്ടത്തെ പാട്ട് പാടാൻ മുത്തിയമ്മ വേണേ. അതെ, എന്നാലും മുത്തിയമ്മ കാലം കഴിഞ്ഞാലും കൊണ്ടിറക്കണ്ടേ. കൊള്ളായി 150 കൊള്ളായി. ഞാൻ നന്നായി. വേണ്ട അവിടെ എത്താനുള്ളതാ. രാവിലെയും കണ്ട് ആൾക്കാരുണ്ട്. അപ്പൊ അവിടെ ധൈര്യമായിട്ട് പോവാം. നല്ലൊരു പാട്ടായിട്ട് തുടങ്ങാ. കാരക്കാട് ദേശച്ചോഴി സംഘത്തിൻ്റെ കാലൻ്റെയും മുത്തിയമ്മയുടെയും മുഖംമൂടികൾക്ക് 60 വർഷത്തിലധികം പഴക്കമുണ്ട്. പാട്ടൊക്കെ ഒന്ന് മാറ്റാറായിട്ടുണ്ടോ? ഈ പ്രദേശത്ത് തിരുവാതിര നാളുകളിൽ നാടിന് ആവേശമാണ് ചോഴി സംഘം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ജനകീയ ചോഴിയുമായി ഷൊർണൂർ കാരക്കാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. നാടുവാഴുത്ത കാലത്ത് ദേശച്ചോഴികൾ സാധാരണക്കാരുടെ വീടുകളിൽ എത്തിയിരുന്നില്ല. സാമൂഹ്യ പരിഷ്കരണത്തിന്റെയും നവോത്ഥാന ചിന്തയുടെയും പരിവേഷമാണ് ജനകീയ ചോഴിക്കുള്ളത്. പരമേശ്വരന്റെ ഭൂതഗണങ്ങളാണ് ചോഴികളെന്നാണ് സങ്കല്പം. കഴിഞ്ഞ രാത്രിയിലാണ് ചോഴികൾ ഗൃഹസന്ദർശനം നടത്തിയത്. ഫ്രണ്ട്സ് ക്ലബ്ബ് തിരുവാതിരവേളയിൽ ജനകീയ ചോഴി കെട്ടാൻ തുടങ്ങിയിട്ട് 41 വർഷമായി. വലിയൊരു കൂട്ടായ്മയുടെ ചരിത്രം കൂടിയാണിത്. ജന്മി നാടുവാഴി ഭൂപ്രഭുത്വത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന ദേശച്ചോഴികൾ ജന്മിമാരുടെയും സമുദായ പ്രമാണിമാരുടെയും വീടുകളിൽ മാത്രമേ അക്കാലത്ത് കയറിയിരുന്നുള്ളൂ. ക്ലബ്ബ് പരിസരത്ത് കേവലം 4 വീടുകളിൽ മാത്രമാണ് അക്കാലത്ത് ചോഴി എത്തിയിരുന്നത്. ഇതിൽ മാറ്റമുണ്ടാകണമെന്ന ചിന്തയുടെ ഭാഗമായാണ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ജനകീയ ചോഴി ആരംഭിക്കുന്നത്. ഒട്ടേറെ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ജനകീയ ചോഴി എന്ന കാഴ്ചപ്പാടിനെ ക്ലബ്ബ് യാഥാർത്ഥ്യമാക്കിയത്. തലമുറകൾ മാറുമ്പോഴും ജനകീയ ചോഴി ഇന്നും ആവേശത്തോടെ നിലനിൽക്കുന്നു. ഇത്തവണ പതിവ് വേഷങ്ങൾക്കൊപ്പം തെയ്യവും ചോഴിക്കകമ്പടിയായി. വിവിധ വാദ്യഘോഷവുമുണ്ടായി. ആർപ്പുവിളികളോടെയാണ് ചോഴിക്കൂട്ടം ഓരോ വീടുകളിലും എത്തിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ദേശമംഗലത്തും ആതിരരാവിൽ ചോഴിയിറങ്ങി. അന്യം നിൽക്കുന്ന ആഘോഷത്തനിമയെ മുറുകെ പിടിക്കാൻ കൊതിക്കുന്ന ഒരു കൂട്ടം യുവാക്കളാണ് ധനുമാസരാവിൽ ചോഴിക്കൂട്ടമായത്. ദേശമംഗലം സ്വദേശികളായ അദ്വൈത്, വിവേക്, സഞ്ജു, ആദർശ്, സായി എന്നിവരുടെ നേതൃത്വത്തിലാണ് ചോഴിക്കൂട്ടം ഓരോ വീടുകളിലും എത്തിയത്. മേഖലയിൽ പുതുതലമുറയ്ക്ക് അത്ര പരിചിതമല്ല ചോഴികൾ. പരമ്പരാഗത രീതിയിലുള്ള ചോഴിവേഷം ധരിച്ചാണ് സംഘം ഓരോ വീടുകളും കയറിയിറങ്ങിയത്. നിലവിളക്ക് കൊളുത്തിയാണ് പഴയ തലമുറയിൽ ഉൾപ്പെട്ടവർ ചോഴിയെ ഭക്തിയോടെ വരവേറ്റത്. മേഖലയിൽ ആതിര രാത്രി ചോഴികൾ സജീവമാക്കി. പുതുതലമുറ ഇത്തരം ആചാരങ്ങളെ മുറുകെ പിടിക്കുന്നതിൽ ആഹ്ലാദമുണ്ടെന്ന് ദേശമംഗലം സ്വദേശിയായ ശശി കാരയിൽ പറഞ്ഞു. ഈ ചോഴി എന്ന് പറയുന്ന ഈ കലാരൂപം പഴയ വയനാടിൻ്റെ നമ്മുടെ ഈ പ്രദേശത്ത് മാത്രം ഒരു കലാരൂപമാണ്. അത് കേരളത്തിലെ ഭാഗത്തുള്ളതായിട്ട് അറിയില്ല. പണ്ട് ഈ തിരുവാതിരയുടെ തലേ ദിവസം വാഴ ചപ്പലൊക്കെ ഓരോ വീടുകളിലും രാത്രി വീടുകൾ സന്ദർശിക്കും. ആ വീടുകളിൽ നല്ല ആചാരപൂർവ്വമാണ് സ്വീകരിച്ചത്. അതിനുശേഷം ഇടയ്ക്കുള്ള കുറച്ച് കാലങ്ങളിൽ ഇതൊക്കെ
ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പി സെന്റ് പോൾസ് ദേവാലയത്തിൽ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. ഈ മാസം 20 വരെ ആഘോഷ പരിപാടികൾ നീണ്ടുനിൽക്കും. പട്ടാമ്പി സെന്റ് പോൾസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ പൗലോസ്ലീഹായുടെയും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും സംയുക്ത തിരുനാളാഘോഷത്തിനാണ് തുടക്കമായത്. ഇടവക ദിനാഘോഷ പരിപാടികൾ, സ്നേഹവിരുന്ന്, തിരുനാൾ കൊടിയേറ്റം എന്നിവ നടന്നു. റവറന്റ് ഫാദർ മാത്യു വഴിയിൽ കൊടിയേറ്റ് നിർവഹിച്ചു. ജനപദങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഭൂവാസികളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൊടിയേറ്റിന് ശേഷം വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, സന്ദേശം നൽകൽ, ഇടവക പൊതുസമ്മേളനം, കലാവിരുന്ന് എന്നിവയുണ്ടായി. ഈ മാസം 20-ന് തിരുനാളാഘോഷത്തിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. രോഗക്കിടക്കയിൽ നിന്ന് കല്ലൂർ ബാലൻ വീണ്ടും പരിസ്ഥിതി സംരക്ഷണ വഴിയിലേക്ക്. വനമിത്ര അവാർഡ് ജേതാവ് കല്ലൂർ ബാലൻ രോഗക്കിടക്കയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ തീറ്റ ലഭിച്ചു തുടങ്ങിയ ആഹ്ലാദത്തിലാണ് പ്രദേശത്തെ വന്യമൃഗങ്ങൾ. ഏതാനും നാളുകളായി രോഗം ബാധിച്ച് അവശനിലയിലായിരുന്നു വനമിത്ര അവാർഡ് ജേതാവ് കല്ലൂർ ബാലൻ. രോഗക്കിടക്കയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ അദ്ദേഹം പ്രിയപ്പെട്ട വന്യജീവികളെ തേടിയെത്തി. 6 മാസത്തോളമായി കല്ലൂർ ബാലൻ കിടപ്പിലായതോടെ ഏറെ കഷ്ടത്തിലായത് ബാലന്റെ പറ്റുകാരായ വന്യജീവികളായിരുന്നു. ബാലന്റെ രോഗാവസ്ഥയറിയാതെ നൂറുകണക്കിന് കുരങ്ങുകളും കാട്ടുപന്നികളും മയിലുകളും മറ്റും തീറ്റ പ്രതീക്ഷിച്ച് മലയിൽ ചുറ്റിക്കറങ്ങാറാണ് പതിവ്. 6 മാസമായി അർദ്ധപട്ടിണിയിലായ വന്യജീവികൾക്ക് പഴവർഗ്ഗങ്ങളുമായി എത്തിയ ബാലനെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം. പഴക്കടകളിൽ നിന്ന് പഴം ശേഖരിച്ച് വാഹനത്തിൽ കൊണ്ടുവന്ന് വനമേഖലയിലെ നിരവധി ഭാഗങ്ങളിൽ ഇട്ടുകൊടുത്ത് ബാലൻ ഒന്ന് കൂവി വിളിക്കുകയേ വേണ്ടൂ. വാനരപ്പട കുതിച്ചെത്തും. വന്യജീവികളുടെ സംരക്ഷണം ജീവിതചര്യയാക്കിയ കല്ലൂർ ബാലൻ വന്യമൃഗങ്ങൾക്ക് ആഹാരം നൽകുന്നത് വലിയ നിർവൃതിയാണ് സമ്മാനിക്കുന്നതെന്ന് STVയോട് പറഞ്ഞു. 6 മാസമായിട്ട് കാട്ടുജീവിക്ക് വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഒരുവിധം ശരിയായി വരികയാണ്. അപ്പോൾ അവർക്ക് വേണ്ട വെള്ളവും ഭക്ഷണവും ഇപ്പോൾ കാട്ടിലില്ലാതായി വരുമ്പോൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് വനമേഖലകൾ മുണ്ടൂര് വരെ പോകും. 7 കിലോമീറ്റർ ദൂരമുള്ള അയ്യറമല കാടുകളിലാണ് ഇട്ടിട്ട് കൊടുക്കുന്നത്. അതിന് കുറേ കച്ചവടക്കാരുടെ സഹകരണമുണ്ട്. കാട്ടുജീവികൾ കൊടുക്കില്ല, കൊണ്ടുപോയി ബലത്തകൻ സാധനങ്ങൾ തരും, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഒറ്റപ്പാലം CMN ട്രസ്റ്റ് നിർധന കുടുംബങ്ങൾക്കായി വിഭാവനം ചെയ്ത ഭവന പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയായ വീടുകളുടെ താക്കോൽ കൈമാറി. താക്കോൽ സമർപ്പണം മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. പ്രവാസി വ്യവസായിയും ട്രസ്റ്റ് ചെയർമാനുമായ U പമ്പാവാസൻ നായരുടെ നേതൃത്വത്തിലാണ് പദ്ധതി. CMN ട്രസ്റ്റ് 5 വർഷത്തിനുള്ളിൽ 50 പേർക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന പഞ്ചവത്സര പദ്ധതിയുടെ 1ാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയ വീടുകളാണ് ഗുണഭോക്താക്കൾക്ക് കൈമാറിയത്. ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തി 10 വീടുകളാണ് നിർമ്മിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 4 മാസം കൊണ്ട് 1ാം ഘട്ടം പൂർത്തിയാക്കി. വീടുകളുടെ താക്കോൽദാനം മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. നന്മ മരങ്ങളാണെന്ന പേരിൽ പാവങ്ങളെ കബളിപ്പിക്കുന്ന കൂട്ടരും നമുക്കിടയിലുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. അപ്പോൾ ഏറ്റവും വലിയ സംതൃപ്തിയും ചാരിതാർത്ഥ്യവും അദ്ദേഹത്തിന് നൽകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങളൊന്നും ആരെയും പറയാൻ സമ്മതിക്കില്ല എന്നത്. ഇതിന്റെ അനുഭവം ഞാൻ പറയാം. മേൽപ്പാടി ദുരന്തമുണ്ടായപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ എടുത്ത് പറഞ്ഞു. പറഞ്ഞിട്ടില്ല, 10 ലക്ഷം രൂപയാണ് ഞാനാണ് ഏറ്റു വന്നത്. അപ്പോ ഇത് ഫോട്ടോ എടുക്കണമെന്നും പത്രത്തിൽ കൊടുക്കണമെന്നും പറഞ്ഞപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇതിന് കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം ഇത് കണ്ടിട്ട് വേണം ബാക്കിയുള്ളവർക്കും കൂടി പ്രചോദനം ഉണ്ടാവാൻ. ധാരാളം സംഭാവന ആ സമയത്ത് വരേണ്ടത് അത്യാവശ്യമായിരുന്നു. ആ സംഭാവനയെ കൊണ്ടു നോക്കുക, അതൊന്നും കഴിയില്ല. അപ്പോ ആ സംഭാവന വരേണ്ടത് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കണം, ഞാനത് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അതിന് മുമ്പേ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൽ ഒന്ന് രാത്രി ഇന്ത്യയിൽ യാത്ര ചെയ്യാണ്.
എന്നെ വേറെ നാരായണേട്ടൻ മോഹൻദാസിന് അറിയാൻ പമ്പയ്ക്ക് വരിക. എനിക്ക് വളരെ സ്നേഹവും ആദരവുള്ള ഒരു പ്രായമുള്ള മനുഷ്യനാണ്. അവിടുത്തെ മലയാളികളുടെയൊക്കെ ഒരു നേതാവാണ്. നാരായണേട്ടൻ രാത്രി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് ആ സ്വാതന്ത്ര്യ അദ്ദേഹത്തിന് അങ്ങനെ വിളിക്കാനുണ്ട്. അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് വളരെ വളരെ നന്നായി. ഈ പമ്പാവാസമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതൊന്നും ആരും അറിയാറില്ല, ഒന്ന് അറിയേണ്ടത് ആവശ്യമായി എന്ന് നാരായണേട്ടൻ എന്നോട് പറഞ്ഞു. വളരെ വളരെ നന്നായി അങ്ങനെ പോസ്റ്റ് ഇട്ടത്. താക്കോൽദാന ചടങ്ങിൽ പമ്പാവാസൻ നായർ അധ്യക്ഷത വഹിച്ചു. പി മമ്മിക്കുട്ടി MLA, കവി PT നരേന്ദ്രമേനോൻ, സന്തോഷ് കയറാട്ട് എന്നിവർ പ്രസംഗിച്ചു. സംവിധായകൻ ലാൽ ജോസ്, സംഗീതജ്ഞ സുകുമാരി നരേന്ദ്രമേനോൻ, വടക്കൂട്ട് ഗോപിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. സംഗീതജ്ഞൻ പ്രണവം ശശിയുടെ നേതൃത്വത്തിൽ പാട്ടരങ്ങുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാടനംകുറിശി ആരഭി വാർഷികത്തോടനുബന്ധിച്ച് ചിത്രകലാ ശില്പശാല നടത്തി. കവിയും ചിത്രകാരനുമായ ശാസ്ത്ര ശർമ്മൻ ശില്പശാല നയിച്ചു. ജനുവരി 25-26 തീയതികളിലാണ് ആരഭി വാർഷികാഘോഷം. ചിത്രകലയെപ്പറ്റി വിശദീകരിച്ച ശേഷം ക്യാമ്പിൽ പങ്കെടുത്തവരുടെ ചിത്രങ്ങൾ ശാസ്ത്രശർമ്മൻ വിലയിരുത്തി. മനില ഫാബ്രിക് പെയിന്റിംഗ്, വെജിറ്റബിൾ പെയിന്റിംഗ് എന്നീ സങ്കേതങ്ങളെ അദ്ദേഹം പരിചയപ്പെടുത്തി. 50-ലധികം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അനിൽ സ്വാഗതവും ഹരിദാസൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തണലാണ് കുടുംബം ക്യാമ്പയിന്റെ ഭാഗമായി ജമാഅത്തെ ഇസ്ലാമി പറളി ഏരിയ കമ്മിറ്റി യുവജന വിദ്യാർത്ഥി സംഗമം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് ബുഷൈറുദ്ദീൻ ഷർഖി ഉദ്ഘാടനം ചെയ്തു. തണലാണ് കുടുംബം ക്യാമ്പയിന്റെ ഭാഗമായാണ് ജമാഅത്തെ ഇസ്ലാമി പറളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറളിയിൽ യുവജന വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. ജമാഅത്തെ ഇസ്ലാമി പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ബുഷൈറുദ്ദീൻ ഷർഖി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ കുടുംബഘടന അത് ഒരു അനുഗ്രഹീതമായ ഒരു സംവിധാനമാണ്. നമുക്ക് ആശ്രയമാകുന്ന, സമാധാനമാകുന്ന ഒരു സ്ഥലമാണ് ഈ കുടുംബം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് ഒരു പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രയാസത്തെ അഡ്രസ് ചെയ്ത് ആ പ്രയാസം ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് കുടുംബക്കാരായിരുന്നു. ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. താഹിറ സുബൈർ, മുംതാസ്, സൈദുപ്പ, മുസ്തഫ കോങ്ങാട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. അഗളൂർ ശ്രീ ലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു. 19 വരെയാണ് യജ്ഞം. 20-ന് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം നടക്കും. ബ്രഹ്മശ്രീ ജയേഷ് ശർമ്മയാണ് യജ്ഞാചാര്യൻ. ജിതേഷ് പെരുമ്പാവൂർ, പാല ദിലീപ് നമ്പൂതിരി എന്നിവരാണ് സഹ ആചാര്യന്മാർ. എന്താണ് അതുകൊണ്ടുള്ള ഒരു പ്രയോജനം എന്നൊക്കെ, എന്താണ് ഈ ശാസ്ത്രം എന്നൊക്കെയുള്ള ചെറിയ പരിചയപ്പെടലാണ്. അപ്പൊ അത് മഹാത്മ്യം 5-6 അധ്യായങ്ങളിലായിട്ടാണ്. അതിൽ പ്രതീകാത്മകമായിട്ട് നമ്മൾ ഒരു അധ്യായം ഇപ്പോൾ വായിച്ചിട്ട് അതിന്റെ മഹാത്മ്യം നമ്മളിപ്പോൾ ചിന്തിക്കും. ഇപ്പൊ ഒരു അധ്യായം അവിടെ വായിക്കും, ശ്രദ്ധിക്കും. ഞായറാഴ്ച വൈകിട്ട് ആചാര്യന്മാരെ ഉപചാരപൂർവം സപ്താഹവേദിയിലേക്ക് വരവേറ്റു. ക്ഷേത്രം മേൽശാന്തി ഷൈജേഷ് നമ്പൂതിരി, യജ്ഞാചാര്യൻ ജയേഷ് വർമ്മ എന്നിവർ ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് ദീപാരാധന, ശ്രീമദ് ഭാഗവത മഹാത്മ്യ പാരായണം എന്നിവയുണ്ടായി. ജനുവരി 20-ന് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം നടക്കും. വിശേഷ പൂജകൾ, ഉച്ചയ്ക്ക് പ്രസാദഊട്ട്, വൈകിട്ട് ഘോഷയാത്ര എന്നിവയുണ്ടാകും. താലത്തിൻ്റെയും മേളത്തിൻ്റെയും അകമ്പടിയോടെ കുന്നുംപുറം പാടത്ത് ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര പുറപ്പെടും. തിരിച്ചെഴുന്നള്ളിപ്പ് നെല്ലുകുത്താമ്പാറ വഴി 6:30 ക്ഷേത്രത്തിലെത്തും. തുടർന്ന് ഗംഭീര പാണ്ടിമേളം, രാത്രി തിരുവനന്തപുരം അഷ്ടപതി ക്രിയേഷൻസിൻ്റെ ആദി തിരുമകൾ എന്ന ബാലെ എന്നിവയുമുണ്ടാകും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
നെടുങ്ങനാട്ട് മുത്തശ്ശിയാർക്കാവിൽ മകരച്ചൊവ്വ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ക്ഷേത്രത്തിൽ തിരുപ്പുറത്ത് നിവേദ്യത്തിനുള്ള അടുപ്പുകൂട്ടലും മറ്റ് ഒരുക്കങ്ങളും നടത്തി. 14-നാണ് മകരച്ചൊവ്വ മഹോത്സവം. ചൊവ്വാഴ്ച രാവിലെ തിരുപ്പുറത്ത് നിവേദ്യത്തോടെയാണ് നെടുങ്ങനാട് മുത്തശ്ശിയാർക്കാവിൽ മകരച്ചൊവ്വ മഹോത്സവത്തിന് തുടക്കമാവുക. തിരുപ്പുറത്ത് നിവേദ്യം സമർപ്പണത്തിലും ചടങ്ങുകളിലും നിരവധി ഭക്തർ പങ്കെടുക്കും. മകരച്ചൊവ്വ ആഘോഷിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ പുരോഗമിക്കുകയാണ്. തിരുപ്പുറത്ത് നിവേദ്യത്തിനുള്ള അടുപ്പ് ഒരുക്കലും ഭക്തർക്കുള്ള വസ്തുക്കളുടെ പാക്കിങ്ങുമാണ് നടക്കുന്നത്. ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം. ഈ വർഷത്തെ മാതൃവന്ദനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് കേന്ദ്ര സംസ്കൃത സർവകലാശാല റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ ഇന്ദിര പാറക്കാട്ടാണ്. അതിനുശേഷം മാതൃവന്ദനത്തെ പറ്റി പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ്. സുരേഷ് കുമാർ കിള്ളിക്കുറിശിമംഗലമാണ് പ്രഭാഷണം. തിരുപ്പുറത്ത് നിവേദ്യ ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആദ്യ അടുപ്പിലേക്ക് അഗ്നി പകരും. തുടർന്ന് പ്രഭാഷണം, തട്ടകത്തിലെ അമ്മമാരെ ആദരിക്കുന്ന മാതൃവന്ദനം എന്നീ ചടങ്ങുകൾ നടക്കും. കേന്ദ്ര സംസ്കൃത സർവകലാശാല റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ ഇന്ദിര മുഖ്യാതിഥിയായി പങ്കെടുക്കും. കിള്ളിക്കുറിശിമംഗലം സുരേഷ് ബാബുവിൻ്റെ നേതൃത്വത്തിൽ പ്രഭാഷണവുമുണ്ടാകും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ലക്കിടിയിൽ CPIM കെ വിശ്വനാഥൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ലക്കിടിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ച കെ വിശ്വനാഥൻ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയായും ഏരിയ സെന്റർ അംഗമായും ദീർഘകാലം കർഷക സംഘത്തിന്റെ ഏരിയ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്നു. വിശ്വനാഥൻ അനുസ്മരണം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ക്ലാസ് റൂമുകൾ അത്യാധുനികമാണ്, ഹൈടെക് ആണ്. കോവിഡ് കാലത്ത് ലോകമാകെ പകച്ചു നിന്നു. വിദ്യാഭ്യാസ രംഗമാകെ നിശ്ചലമായി. ഇന്ത്യയിലാകെ നോക്കൂ, ഈ വിദ്യാഭ്യാസ മേഖല നിശ്ചലമായപ്പോഴും കേരളം മാതൃകയായി. നമ്മളൊക്കെ നോക്കൂ, മറ്റേ മൊബൈലില്ലാത്ത കുട്ടികൾക്ക് മൊബൈൽ വാങ്ങിക്കൊടുത്തു, TV ഇല്ലാത്ത കുട്ടികൾക്ക് നാട്ടിൽ DYFIയും പാർട്ടിയും ഗ്രന്ഥശാലകൾ എല്ലാവരും സഹകരിച്ചിട്ട് ചെയ്തു കൊടുത്തു. M രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. K സുരേഷ്, T ഷിബു, S ശിവരാമൻ എന്നിവർ പ്രസംഗിച്ചു. TV തോമസ് സ്വാഗതവും TK ഗോവിന്ദൻകുട്ടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ലോയേഴ്സ് യൂണിയൻ ഒറ്റപ്പാലം യൂണിറ്റ് അഡ്വക്കേറ്റ് K ഹരിദാസ് അനുസ്മരണം നടത്തി. അനുസ്മരണ യോഗം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇത്രയും ദീർഘമായിട്ടുള്ള ഒരു വ്യക്തിബന്ധം നിലനിന്നതിന് ഈ പറഞ്ഞ വ്യക്തിപരമായ സവിശേഷതകൾക്കൊപ്പം ഇതും ഒരു പ്രധാന കാരണമാണ്. ജോലിയുടെ തിരക്കുണ്ടാവും, ജോലിയിൽ അദ്ദേഹം വ്യാപൃതനാണ്, അത് കഴിഞ്ഞ് മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ അപ്പോഴും ഈ ഒരു പ്രതിബദ്ധത അദ്ദേഹം വെള്ളം ചേർക്കാതെ കൊണ്ടു നടന്ന ഒരാളാണ്. അനുസ്മരണ ചടങ്ങിൽ IILU സംസ്ഥാന കമ്മിറ്റി അംഗം P ജയൻ അധ്യക്ഷത വഹിച്ചു. P മമ്മിക്കുട്ടി MLA, മുൻ MP S അജയകുമാർ, S കൃഷ്ണദാസ്, M ഹംസ, KN അനിൽകുമാർ, PN ബാലഗോപാൽ, P അനിൽ, TK നൌഷാദ്, PM ജയ, ശ്രീധരൻ, CP മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. 15 ദിവസം കൊണ്ട് 100 കോടി ബോക്സ് ഓഫീസിൽ മാർക്കോ സിനിമ ഇടം പിടിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ഓൾ കേരള ഉണ്ണിമുകുന്ദൻ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ. 30 കോടി ബജറ്റിൽ നിർമ്മിച്ച ഉണ്ണിമുകുന്ദൻ ചിത്രമാണ് മാർക്കോ. ഞായറാഴ്ച വൈകുന്നേരം ഷൊർണൂർ എംലാൽ ആശീർവാദ് സിനിപ്ലക്സിൽ 4 മണിക്കുള്ള മാർക്കോ സിനിമ കാണാനെത്തിയവർക്ക് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്താണ് ആരാധകർ സിനിമയുടെ വിജയം ആഘോഷമാക്കിയത്. അസോസിയേഷൻ ഭാരവാഹികളായ മണികണ്ഠൻ, നിഖിൽ, ഗിരീഷ്, കാർത്തിക്, അഖിൽ, ആശീർവാദ് സിനിപ്ലക്സ് തിയേറ്റർ ജീവനക്കാർ തുടങ്ങിയവർ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. സിനിമയിൽ ടൈറ്റിൽ റോളിൽ പ്രധാന കഥാപാത്രമായി എത്തുന്നത് ഉണ്ണിമുകുന്ദനാണ്. സിനിമ റിലീസ് ചെയ്ത് 1 മാസം പിന്നിടുമ്പോഴും തിയേറ്ററുകളിൽ ഹൗസ്ഫുള്ളായാണ് ഇപ്പോഴും ഷോ. ഹനീഫ് അദേനി രചനയും സംവിധാനവും നിർവഹിക്കുകയും ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുകയും ചെയ്ത ഇന്ത്യൻ മലയാളം ഭാഷ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് 2024 പുറത്തിറങ്ങിയ മാർക്കോ. സിദ്ദിഖ്, ജഗദീഷ്, അഭിമന്യു, S തിലകൻ, കബീർ ദുഹൻ സിംഗ്, ആൻസൺ പോൾ, യുക്തി, താരേജ എന്നിവർ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമീണ ചലച്ചിത്രമേളയായ ചിറ്റൂർ പാഞ്ചജന്യം ചലച്ചിത്രമേള ജനുവരി 17 മുതൽ 23 വരെ നടക്കും. തൊഴിലിടങ്ങളിലെ സ്ത്രീ എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ മേളയെന്ന് സംഘാടകർ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മിഠായി തെരുവിലെ സ്ത്രീ വിമോചന പോരാളി വിജി പെൺകൂട്ടും നളിനി ജമീലയും സംയുക്തമായി ചലച്ചിത്രമേളയ്ക്ക് തിരിതെളിയിക്കുമെന്ന് കൺവീനർ സി രൂപേഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 9 വിഭാഗങ്ങളിലായി 60 ഫീച്ചർ സിനിമ, 20 ഡോക്യുമെന്ററി, 20 ഹ്രസ്വചിത്രങ്ങൾ ഉൾപ്പെടെ 100 പ്രദർശനങ്ങൾ നടക്കും. ചിറ്റൂരിലെ 2 തിയേറ്ററുകളിലായാണ് പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുക. വിദ്യാർത്ഥികൾക്കായി രാവിലെ പ്രത്യേക പ്രദർശനമുണ്ടാകും. 7 ദിവസങ്ങളിലായി 2500 പേർക്ക് നല്ല സിനിമകൾ കാണാനുള്ള അവസരമാണ് പാഞ്ചജന്യം ചലച്ചിത്രമേള ഒരുക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് ജൂറി പുരസ്കാരം നേടിയ പ്രഭായ് നിനച്ചതെല്ലാം എന്നതാണ് ഉദ്ഘാടന ചിത്രം. സമകാലിക ഇന്ത്യൻ ലോക സിനിമ, ഹോമേജ്, തീം അമേരിക്ക, ഡോക്യുമെന്ററി, ക്യാമ്പസ്, ഹ്രസ്വചിത്രങ്ങൾ എന്നീ വിഭാഗങ്ങളിലാണ് പ്രദർശനമെന്നും രൂപേഷ് പറഞ്ഞു. സമകാലിക ലോക സിനിമ, അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ടൊരു തീം പാക്കേജ്, കഴിഞ്ഞ വർഷം മരണമടഞ്ഞു പോയ വളരെ പ്രധാനപ്പെട്ട ആളുകൾക്കുള്ള ഒരു ആദരവ് എന്നുള്ള എനിക്കൊരു ഹോമേജ്, അതുപോലെ 90കളിലെ അമേരിക്കൻ സിനിമയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു അമേരിക്കൻ 90s എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട്. ഒപ്പം കേരളത്തിൽ അധികമൊന്നും ഫെസ്റ്റിവലുകൾക്ക് പരിചിതമല്ലാത്ത ഒരു മേഖലയാണ് പരീക്ഷണ ചിത്രങ്ങൾ എന്ന് പറയുന്നത്, അവാങ്കാർഡ് സിനിമകൾ എന്ന് പറയും. അത്തരത്തിൽ പരീക്ഷണ ചിത്രങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു പാക്കേജ് നമ്മൾ കഴിഞ്ഞ 2 കൊല്ലം തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇത്തവണ ആ മേഖലയിലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തനായ സംവിധായകരിൽ ഒരാളായിട്ടുള്ള അമിത് ദത്തയുടെ ഒരു പാക്കേജ് നമ്മൾ ഇത്തവണത്തെ മേളയിൽ അവതരിപ്പിക്കുന്നുണ്ട്. സംഘാടക സമിതി ചെയർമാൻ CS ശ്രീവത്സൻ, ദിനു ചന്ദ്രൻ, KR ഇന്ദു, വി പ്രവീണ, പ്രശാന്ത് പാനിയോട്, ബിനു അറക്കൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. PV അൻവറിനെ പരിഹസിച്ച് AK ബാലൻ. അൻവർ ചേക്കേറിയത് ഉത്തരേന്ത്യയിൽ എവിടെയോ കിടക്കുന്ന പുല്ല് പാർട്ടിയിലേക്ക്. രാജി നിലമ്പൂരിലെ ജനങ്ങളോടുള്ള വെല്ലുവിളി. അൻവറിന്റേത് രാഷ്ട്രീയ ആത്മഹത്യയെന്നും AK ബാലൻ. UDF തയ്യാറാക്കിയ തിരക്കഥയിലൂടെയാണ് അൻവർ നീങ്ങുന്നതെന്ന് A വിജയരാഘവൻ. പീച്ചി ഡാം റിസർവോയറിൽ വീണ 4 വിദ്യാർത്ഥികളിൽ രണ്ടാമത്തെ പെൺകുട്ടിയും മരിച്ചു. തിങ്കളാഴ്ച ഉച്ചയോടെ മരണത്തിന് കീഴടങ്ങിയത് പട്ടിക്കാട് സ്വദേശിനി 16 വയസ്സുള്ള ആൻഗ്രേസ്. അപകടത്തിൽപ്പെട്ട മറ്റ് 2 പേരുടെയും നില ഗുരുതരമായി തുടരുന്നു. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന മലയാളിക്ക് ദാരുണാന്ത്യം. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് തൃശൂർ കുട്ടനെല്ലൂർ സ്വദേശി ബിനിൽ ബാബു. ചെറുങ്ങാട് വാണിവിലാസിനിയിൽ നിർമ്മാണ തൊഴിലാളികൾക്ക് നേരെ പെട്രോൾ ബോംബേറ്. പ്രദേശത്ത് വീട് നിർമ്മാണത്തിനെത്തിയ തൊഴിലാളികൾക്ക് നേരെ യുവാവ് പെട്രോൾ ബോംബെറിഞ്ഞത് കഴിഞ്ഞ രാത്രി. പ്രതി നീരജിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി ഒറ്റപ്പാലം പോലീസ്. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഗ്രേഡ് തിരിമറി വിവാദത്തിൽ പ്രതിഷേധ സമരവുമായി CPM. വെളിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടപ്പലം PTYM ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ. കലോത്സവത്തിൽ ഗ്രേഡ് തിരിമറി നടത്തിയവരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ആവശ്യം. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമുള്ള സമ്പന്നവും സർഗാത്മകവുമായ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന ഇടങ്ങളായി ചലച്ചിത്രോത്സവ വേദികൾ മാറിയിട്ടുണ്ടെന്ന് മന്ത്രി MB രാജേഷ്. കക്ഷി രാഷ്ട്രീയം മാത്രമാണ് രാഷ്ട്രീയമെന്ന ജനങ്ങളുടെ ധാരണ മാറണമെന്നും മന്ത്രി. 8ാമത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് ഒറ്റപ്പാലത്ത് സമാപനം. ചിറ്റൂർ പാഞ്ചജന്യം ചലച്ചിത്രമേള ജനുവരി 17 തുടങ്ങും. അനിശ്ചിതത്വം നീങ്ങുന്നു. പട്ടാമ്പി ഡയാലിസിസ് സെന്ററിൽ മെഷീനുകൾ എത്തി. സൗജന്യ ഡയാലിസിസ് കേന്ദ്രം എത്രയും വേഗം പ്രവർത്തന സജ്ജമാക്കാനാണ് ശ്രമമെന്ന് മുഹമ്മദ് മുഹസിൻ MLA ഫണ്ടിൽ നിന്ന് 1.25 കോടി രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം അനിശ്ചിതമായി വൈകിയത് സാങ്കേതിക കാരണങ്ങളാൽ യന്ത്രസാമഗ്രികൾ എത്താതിരുന്നത് മൂലം. ആർദ്രയായി പൂത്തിരുവാതിര. നാടെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. പട്ടാമ്പി കൈത്തളി തിരുവാതിര മഹോത്സവം ഭക്തിസാന്ദ്രം. തിരുവാതിര രാവിൽ ഗ്രാമങ്ങളെ ഉണർത്തി ചോഴികളുടെ ആർപ്പുവിളികൾ. പട്ടാമ്പി സെന്റ് പോൾസ് ദേവാലയത്തിൽ തിരുനാൾ ആഘോഷത്തിന് തുടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.